കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഒരു പ്രാവശ്യം കൂടെ ഈ സന്ധ്യാ സമയത്ത് വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ ഈ സന്ധ്യയിൽ ഒരു പ്രാവശ്യം കൂടെ ഈ ലൈവിൽ കൂടെ ദൈവജനത്തെ അഭിസംബോധന ചെയ്യുവാൻ കർത്താവ് ഒരുക്കിത്തരുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്തു. കഴിഞ്ഞ 3 മാസത്തോളമായി ലോക്ക്ഡൌണിൽ ലോകമെമ്പാടുമായിരിക്കുന്ന ഈ സമയത്ത് പ്രാർത്ഥനകൾക്കോ ആരാധനകൾക്കോ ഒന്നും കൂടാൻ കഴിയാതെ സകല ദേവാലയങ്ങളും അടച്ചിടുന്ന ഈ കാലഘട്ടത്തിൽ ദൈവം നമുക്ക് നൽകി തന്ന ടെക്നോളജിയിൽ കൂടെ കർത്താവിനെ ആരാധിപ്പാനും സ്തുതിപ്പാനും കർത്താവ് നൽകി തരുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. IBC എബനേസർ ചർച്ച് കൂട്ടുതറ UAPയുടെ ആഭിമുഖ്യത്തിൽ നടക്കപ്പെടുന്ന ഈ മ്യൂസിക് നൈറ്റിലേക്കും തിരുവചന പ്രഭാഷണത്തിലേക്കും എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉള്ളതിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ രാത്രിയിൽ ഇവിടെ നടക്കുന്ന ഗാനങ്ങൾ, പാട്ടുകൾ ആലപിക്കുന്നത് IBC എബനേസർ ചർച്ച് കൂട്ടുതറ PAPയിലെ പ്രിയ കുഞ്ഞുങ്ങളാണ്. അതോടൊപ്പം തന്നെ ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ വചനം സംസാരിക്കുന്നത് പാസ്റ്റർ തോമസ് മാത്യു അവറുകളാണ്. ഇവരെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരുമായിരിക്കുന്ന സ്ഥാനത്ത് കണ്ണുകളടച്ചാട്ടെ ദൈവത്തോട് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായി ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നപ്പ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് കടന്നു വരും. 2-3 പേർ അങ്ങയുടെ നാമത്തിൽ എവിടെ കൂടി വന്നാലും അവരുടെ മധ്യയെ ഞാനുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത അങ്ങയുടെ തിരുസാന്നിധ്യം ഈ രാത്രികാലവും ഞങ്ങളുടെ നടുവിൽ എഴുന്നള്ളി വരണമേ. അപ്പ ഈ രാത്രിയിൽ കർത്താവ് ഇവിടെ ഗാനങ്ങൾ ആലപിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ കരത്തിൽ ലഭിച്ച് പ്രാർത്ഥിക്കുന്നപ്പ മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുവാൻ അവരെ അങ്ങ് ബലപ്പെടുത്തണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അത് അനേകരുടെ ജീവിതത്തിന് അനുഗ്രഹവും വിടുതലുമായി തീരേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നപ്പ ഈ രാത്രിയിൽ കർത്താവെ ഇവിടെ തിരുവചന ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസൻ തോമസ് മാത്യു പാസ്റ്റർ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ദാസനെ ശക്തമായി ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വലിയ സാന്നിധ്യം കർത്താവെ അനുഭവിക്കാൻ അങ്ങ് ഞങ്ങളെ ബലപ്പെടുത്തണം. അപ്പ അല്പസമയങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ തിരുപാദപീഠത്തിലായിരിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിന്റെ ചെറിയ കീഴിൽ ഞങ്ങളെ മറയ്ക്കണം. പ്രാർത്ഥനയുടെ സ്തോത്ര പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ തിരുനാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ സഭയിലുള്ള PAPയുടെ അംഗങ്ങളായിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളാണ് ഈ രാത്രികാലം ഗാനങ്ങൾ ആലപിക്കുന്നത്. അവരെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അനേക കുഞ്ഞുങ്ങൾ ലോകത്തിന്റെ മോഹത്തിന്റെ പിന്നാലെ ഓടുമ്പോൾ കർത്താവിനെ സ്തുതിപ്പാനും കർത്താവിനെ ആരാധിപ്പാനും ഇങ്ങനെ സമയം കണ്ടെത്തുന്ന ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. ആദ്യമായി ഇവിടെ പാട്ട് പാടുന്ന ചെവിയാണ്. സ്തോത്രം, ആമേൻ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ് ഇന്ന് രാത്രിയിൽ ആദ്യമായി പാടുന്നത്. നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ മുതൽ നമ്മുടെ എല്ലാ ഹൃദയത്തിനകത്തെ ഒരു ചോദ്യമാണ്, ഇത്രയേറെ ഞങ്ങളെ സ്നേഹിപ്പാൻ, ഇത്രയേറെ ഞങ്ങളെ മാനിപ്പാൻ എന്താണ് കർത്താവെ കാരണം എന്ന് പലപ്പോഴും ഒരു പ്രാവശ്യമെങ്കിലും ചോദിക്കാത്തവർ ആരും ഉണ്ടായിരിക്കത്തില്ല. അതുകൊണ്ട് എന്ത് കണ്ടു ഇത്ര സ്നേഹിപ്പാൻ എന്ന് തുടങ്ങുന്ന ഒരു പാട്ട് ഇപ്പോൾ പ്രിയ ജെമി പാടും. ജെമിയെ അതിനായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Yoga
മനോഹരമായ ഒരു ഗാനം കേൾപ്പാൻ കർത്താവ് കൃപ നൽകി തന്നല്ലോ. വീണ്ടും ധാരാളമായി ആ പൈതലിനെ കർത്താവ് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തായിട്ട് നമ്മളൊരു ഇംഗ്ലീഷ് ഗാനമാണ് കേൾക്കുവാൻ വേണ്ടി പോകുന്നത്. നമ്മൾ കർത്താവിനെ സ്തുതിക്കണം എന്നർത്ഥം വരുന്ന ഏത് പ്രതിസന്ധിയിൽ കൂടെ നമ്മൾ കടന്നുപോയാലും, ഏത് പ്രതികൂലങ്ങളിൽ കൂടെ നമ്മൾ കടന്നുപോയാലും, ദാവീദ് പറഞ്ഞതുപോലെ എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക എന്ന് പറഞ്ഞതുപോലെ എല്ലാ കാലഘട്ടത്തിലും ദൈവത്തെ സ്തുതിക്കണം എന്നർത്ഥം വരുന്ന മനോഹരമായ ഒരു ഇംഗ്ലീഷ് ഗാനം നമുക്ക് കേൾക്കാം. അതിനു വേണ്ടി പ്രിയ ഡാനിനെ സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു. Praise the Lord. Bless the Lord, oh my soul, oh my soul. I worship His holy name. Sing like never before, oh my soul. I worship Your holy name. The sun comes up, it's a new day dawning. It's time to sing Your song again. Whatever may pass and whatever lies before me, let me be singing when the evening comes. Bless the Lord, oh my soul, oh my soul. I worship His holy name. Sing like never before, oh my soul. I worship His holy name. You're rich in love and You're slow to anger. Your name is great and Your heart is kind. For all Your goodness I will keep on singing 10,000 years and evermore. Bless the Lord, oh my soul, oh my soul. I worship His holy name. Sing like never before, oh my soul. I worship His holy name. And on that day when my strength is failing, He indwells me when my time has come. Still my soul will sing Your praise unending, 10,000 years and evermore. Bless the Lord, oh my soul, oh my soul. I worship His holy name. Sing like never before, oh my soul. I worship His holy name. Bless the Lord, oh my soul, oh my soul. I worship His holy name. Sing like never before, oh my soul. I worship Your holy name. Thank you. കർത്താവിനെ ഒരു പ്രാവശ്യം കൂടെ സ്തോത്രം ചെയ്യുന്നു. ഈ ഡാനിലൂടെ മനോഹരമായ ഒരു ഇംഗ്ലീഷ് ഗാനം കേൾക്കുവാൻ കർത്താവ് നമ്മളെ ബലപ്പെടുത്തിയല്ലോ. പ്രിയ സഹോദരനെ കർത്താവ് ധാരാളമായി കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ലൈഫിൽ നമ്മൾ ചില സമയങ്ങളിലൊക്കെ ചിന്തിക്കാറുള്ളൊരു കാര്യമാണ്, എന്നെ ആരും സ്നേഹിക്കാനില്ല, എന്നെ ആരും കരുതാനില്ല എന്നൊക്കെ നമ്മളിൽ പല ആളുകളും ചിന്തിക്കാറുണ്ട്. ചിലപ്പോൾ പ്രതിസന്ധിയുടെ നടുവിൽ കൂടെ കടന്നു പോകുമ്പോഴായിരിക്കും. ഒരിക്കൽ ദാവീദ് ഇങ്ങനെ പറയാനിടയായി തീർന്നു, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളുമെന്ന് പറഞ്ഞതുപോലെ ചില പ്രതിസന്ധിയുടെ നടുവിൽ നമ്മളെ ആരും കരുതാനില്ല, നമ്മളെ ആരും സ്നേഹിപ്പാനില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴും നമ്മുടെ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, നമ്മൾ പോലും അറിയാതെ. 2000 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി തൻ്റെ രക്തം ചിന്തിയ സ്നേഹം കർത്താവ് വെളിപ്പെടുത്തുവാൻ ഇടയായിട്ടുണ്ട്. കർത്താവ് നമ്മളെ കരുതും,
കർത്താവ് നമ്മളെ സ്നേഹിക്കും എന്ന് അർത്ഥം വരുന്ന ഒരു പാട്ട് ഇപ്പോൾ പ്രിയ കെവിൻ പാടുന്നതായിരിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ശ്രവിക്കാം. എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. കണ്ണിൻ മണി പോ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. എന്നെ വഹിച്ചതീനാ ഉള്ളിക്കുരുക്കാതെ വീണതില്ല. എന്നെ വായിച്ചതീനാ ഉള്ളിക്കുരുക്കാതെ വീണതില്ല. കണ്ണിൽ തന്നെ നോക്കിയതീനാ തുമ്പമൊന്നും വീശിയില്ല. കണ്ണിൽ തന്നെ നോക്കിയതീനാ തുമ്പമൊന്നും വീശിയില്ല. കണ്ണിൻ മണി പോ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. കണ്ണിൻ മണി പോ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. പ്രാണനേക്കാൾ അരികിലുള്ളതാ ഭയപ്പെടുവാൻ കാര്യമില്ല. പ്രാണനേക്കാൾ അരികിലുള്ളതാ ഭയപ്പെടുവാൻ കാര്യമില്ല. സ്നേഹമേറെ നൽകുന്നതിനാ ഭാരപ്പെടുവാൻ നേരമില്ല. സ്നേഹമേറെ നൽകുന്നതിനാ ഭാരപ്പെടുവാൻ നേരമില്ല. കണ്ണിൻ മണി പോ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. കണ്ണിൻ മണി പോ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. കെവിനെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നല്ലൊരു ഗാനം കേൾപ്പാൻ കർത്താവ് നമ്മളെ ബലപ്പെടുത്തിയല്ലോ. ദൈവം പ്രിയ കെവിനെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായിട്ട് നമ്മളൊരു ഗാനം കേൾക്കുവാൻ വേണ്ടി പോവുകയാണ്. നമുക്കറിയാം, നമ്മൾ പൊതുവെ കർത്താവിനെ സ്നേഹിക്കുന്നവരാണ്, കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരാണ്. പക്ഷേ
കർത്താവിന്റെ കൂടെ ഇരിപ്പാൻ പലപ്പോഴും നമുക്ക് സമയമില്ല. ഒരു പക്ഷെങ്കിൽ കുറച്ച് സമയം മാത്രം ഒരു പ്രാർത്ഥനാ ബന്ധത്തിലൊക്കെ ആയിരിക്കുന്നവരായിരിക്കാം നമ്മൾ. എന്നാൽ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എപ്പോഴും അവനോട് കൂടെ ആയിരിക്കണം എന്നുള്ളതാണ്. അവനെ പിരിഞ്ഞ് നമ്മളൊന്നും ചെയ്യാതെ പുത്രനായ ദൈവം, പിതാവായ ദൈവത്തോട് കൂടെ ഇരുന്നതുപോലെ ഓരോ നിമിഷവും അവനോട് കൂടെ ഇരിക്കണം എന്നാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ ഭവനങ്ങളിൽ ആയി പ്രാർത്ഥിക്കുന്ന സമയത്ത് മാത്രമേ കർത്താവിനോട് കൂടെ ഇരിക്കാൻ പറ്റത്തുള്ളൂ എന്ന് ചിലർ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ നടന്നു പോകുന്ന വഴികളിൽ, നമ്മൾ യാത്ര ചെയ്യുന്ന ബസ്സിൽ, നമ്മൾ എവിടെയൊക്കെ ആയിരുന്നാലും കർത്താവിനോട് കൂടെ ആണ്, കർത്താവ് നമ്മോട് കൂടെ ഉണ്ട് എന്ന് അർത്ഥം വരുന്ന ഒരു ഗാനം. അതോടൊപ്പം തന്നെ നമ്മുടെ കർത്താവിന്റെ ആ സ്നേഹത്തെ, അതുപോലെ തന്നെ കർത്താവ് നമ്മളോട് കൂടെ ഉണ്ട്. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നതിന് മുമ്പ് ഇപ്രകാരം പറയാനിടയായി തീർന്നു: ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മളോട് കൂടെ എപ്പോഴും ഉണ്ട് എന്നും തുടങ്ങുന്നതായ 2 ഗാനങ്ങൾ ഇപ്പോൾ പ്രിയ ഷീബ പാടുന്നതായിരിക്കും. പ്രിയ സഹോദരിയെ അതിനായി ക്ഷണിക്കുന്നു. Ishvara
വീണ്ടും ഒരു ഗാനം കൂടെ കേൾക്കുവാൻ കർത്താവ് നമ്മളെ ബലപ്പെടുത്തിയല്ലോ. പ്രിയ ഷിബി ഓർത്ത് സ്തോത്രം ചെയ്ത ദൈവം ധാരാളമായി ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അടുത്തതായിട്ട് ഒരു ഗാനം കൂടെ നമ്മൾ കേൾക്കുവാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ സങ്കേതം ആരാണ്, നമ്മുടെ ബലം ആരാണ്? പലപ്പോഴും മനുഷ്യരെന്ന നിലയിൽ പല സ്ഥലങ്ങളിലും നമ്മുടെ ബലത്തിലും നമ്മുടെ ശക്തിയിലും ഒക്കെ നമ്മൾ ആശ്രയിച്ചിട്ടുണ്ട്. പലപ്പോഴും അതൊക്കെ പരാജയത്തിലെത്തിയിട്ടുമുണ്ട്. എന്നാൽ ഒരു യഥാർത്ഥ ഭക്തനെ സംബന്ധിച്ച് അവന്റെ സങ്കേതം എന്ന് പറയുന്നത് കർത്താവാണ്. അവന്റെ ബലം എന്ന് പറയുന്നത് കർത്താവാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവാണ് നമ്മുടെ ബലം, കർത്താവാണ് നമ്മുടെ ശക്തി, കർത്താവാണ് നമ്മുടെ കോട്ട എന്നർത്ഥം വരുന്ന ഒരു മനോഹരമായ ഗാനം ഇപ്പോൾ പ്രിയ ബിബിൻ പാടുന്നതായിരിക്കും. പ്രിയ സഹോദരനെ അതിനായി ക്ഷണിക്കുന്നു. എന്റെ സങ്കേതം ഏറ്റവും അടുത്ത തുണയും ഏതൊരാപത്തിൽ
ഉപയോഗിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ആത്മീയ ശുശ്രൂഷയുടെ നട്ടെൽ എന്ന് പറയുന്നത് ദൈവവചന ശുശ്രൂഷയാണ്. അടുത്തായിട്ട് നമ്മൾ ഒരു ഷോർട്ട് മെസ്സേജ് കേൾക്കുവാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം സംസാരിപ്പാൻ വേണ്ടി ഇവിടെ കടന്നു വന്നിരിക്കുന്നത് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ തോമസ് മാത്യു അവറുകളാണ്. IPC എബനേസർ ചർച്ച് കൂട്ടുതറയിലെ സഭാ ശുശ്രൂഷകനാണ് കർത്താവിന്റെ ദാസൻ. അതോടൊപ്പം തന്നെ IPC റാന്നി സെന്റർ സൺഡേ സ്കൂൾ സൂപ്രണ്ടായി അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നു. ഒരു ബൈബിൾ സ്കൂൾ അധ്യാപകൻ കൂടെയാണ്. ഇങ്ങനെ കർത്താവിന്റെ ദാസനെ ലഭിച്ചതോർത്ത് ഞങ്ങൾ കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് രാത്രികാലം കർത്താവിന്റെ ദാസൻ ശക്തമായി നമ്മോടൊരു സന്ദേശം അറിയിക്കും. ദൈവം അതിന് കർത്താവിന്റെ ദാസനെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സന്ദേശത്തിനായി പ്രിയ കർത്താവിന്റെ ദാസനെ സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ സന്ധ്യകൾ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ ഞങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതായ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിലുള്ളതായ സന്ധ്യാ വന്ദനത്തെ അറിയിക്കുന്നു. വളരെ മനോഹരമായ ഗാനങ്ങൾ ഞങ്ങളുടെ വാത്സല്യ കുഞ്ഞുങ്ങൾ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ പാട്ടുകളൊക്കെ കേട്ട് ദൈവസന്നിധിയിൽ സന്തോഷിക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുവല്ലോ. കുഞ്ഞുങ്ങളെ അതിൽ സഹായിക്കുവാനായിട്ട് ഇൻസ്ട്രുമെൻസിൻ്റെ പിൻബലം കൊടുക്കുന്നതായ പ്രിയ ജോയല്, പ്രിയ ജൂബിൻ, അവരെ ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ സന്ധ്യയിൽ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇപ്രകാരം ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ഏതാണ്ട് 3 മാസമായി നാം ലോക്ക്ഡൗൺ മൂലം നമുക്ക് ഒരുമിച്ചുള്ളതായ കൂട്ടായ്മകൾ, പൊതുയോഗങ്ങൾ ഒന്നും നടത്തുവാൻ കഴിയാത്തതായ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ മാധ്യമങ്ങൾ കൂടുതലായിട്ട് ആത്മീയ ശുശ്രൂഷകൾക്കും മറ്റ് സാമൂഹ്യമായ കാര്യങ്ങൾക്കുമൊക്കെ വളരെ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നതായ ഒരു സന്ദർഭമാണ് ഇത്. ആത്മീയമായ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ലഭ്യമായിരിക്കുന്നതായ സാങ്കേതിക വിദ്യകളെ പ്രയോജനപ്പെടുത്തുന്നത് ഏറ്റവും അഭികാമ്യമായ കാര്യമാണ്. അതോർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് സഭായോഗങ്ങൾ, സൺഡേ സ്കൂൾ, PYPA ഇതൊക്കെ സാധാരണ നിലയിൽ നടത്തുവാൻ കഴിയാത്തതായ ഒരു സന്ദർഭത്തിൽ ഈ സഭയിലെ PYPയുടെ ചുമതലപ്പെട്ടതായ പ്രിയപ്പെട്ടവർ എന്നെ സമീപിച്ച് ഇങ്ങനെയൊരു സംഗീത സായാഹ്നം ഇവിടെയുള്ളതായ കുഞ്ഞുങ്ങളെ അവരുടെ ദൈവം കൊടുത്തിരിക്കുന്നതായ ജന്മന ഉള്ളതായ താലന്തുകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കത്തക്കതായ നിലയിൽ ഒരു പ്രോഗ്രാം ക്രമീകരിക്കുവാനുള്ളതായ താല്പര്യം പറഞ്ഞപ്പോൾ ഞാൻ അവർക്ക് അതിനാണ് വേണ്ടതായ പ്രോത്സാഹനം കൊടുക്കാൻ ഇടയായി. ഇന്ന് ഈ പ്രോഗ്രാം ഇങ്ങനെ നടക്കുന്നതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ പ്രിയ എബിൻ ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നുവല്ലോ. യൗവനക്കാരുടെ ഇടയിൽ ഈ കാലഘട്ടത്തിൽ കർത്താവ് ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായ ദൈവഭക്തനെ ഓർത്തും സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹം എന്നെ ഈ സന്ദേശത്തിനായിട്ട് വിളിച്ചപ്പോൾ പറഞ്ഞു, ഒരു ചെറിയ സന്ദേശത്തിന് വേണ്ടി ആണ് വിളിച്ചത്, എന്നാൽ ഒരു വലിയ സന്ദേശവുമായിട്ടാണ് ഞാൻ ഈ സന്ധ്യകൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പക്ഷെങ്കിൽ ആ വലിയ സന്ദേശം കൈമാറുവാനായിട്ട് ദീർഘസമയം ഞാൻ എടുക്കത്തില്ല. ഓർത്ത് ഭാരപ്പെടേണ്ട. ചുരുങ്ങിയ മിനിറ്റുകൾക്കുള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ തന്നതായ ആ സന്ദേശം കൈമാറി ഇരിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. തുടർന്നും മനോഹരമായ പാട്ടുകൾ പ്രിയ കുഞ്ഞുങ്ങളിലൂടെ നമുക്ക് കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവസന്നിധിയിൽ സന്തോഷിക്കുവാനും കർത്താവ് കൃപ തരുമാറാകട്ടെ. ഇന്ന് ഈ രാത്രിയിലെ ചിന്തയ്ക്കായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ചതായ തിരുവചന ഭാഗം അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയതായ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യമാണ്. അത് ഞാൻ എൻ്റെ കയ്യിൽ ഇരിക്കുന്നതായ മലയാള പരിഭാഷയിൽ നിന്ന് നിങ്ങൾക്കായിട്ട് വായിക്കുന്നു. അതുകൊണ്ട് യുവ സഹജമായ വികാരാവേശങ്ങൾ വിട്ടകന്ന് നിർമ്മല ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവരോട് ചേർന്ന് നീതി, വിശ്വാസം, സ്നേഹം, സമാധാനം എന്നിവയിൽ ലക്ഷ്യം ഉറപ്പിക്കുക.
പൗലോസ് തൻ്റെ ജീവിത അന്ത്യത്തോട് അടുത്തതായ സമയത്ത് താൻ ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹിച്ച തൻ്റെ നിജപുത്രൻ എന്ന് താൻ വിശേഷിപ്പിച്ചതായ തിമത്തിയോസിന് എഴുതിയതായ തൻ്റെ അന്തിമ വാക്കുകളാണ്, അല്ലെങ്കിൽ അന്തിമ ഉപദേശങ്ങളിൽ ഉള്ളടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നതായ ചില വാക്കുകളാണ് ഇന്ന് ഈ സന്ധ്യകൾ നമുക്ക് വായിച്ച് കേൾക്കുവാൻ ഇടയായത്. നമുക്കറിയാം, ഒരു വ്യക്തിയുടെ ജീവിത അന്ത്യത്തിൽ താൻ മരിക്കുന്നതിന് തൊട്ട് മുൻപ് പറയുന്ന വാക്കുകൾക്ക് വളരെ പ്രാധാന്യം നമ്മുടെ സമൂഹം കൽപ്പിച്ചിട്ടുണ്ട്. ആ നിലയിൽ നോക്കിയാൽ തൻ്റെ മരണത്തിന് തൊട്ട് മുൻപായി താൻ ഏറ്റവും സ്നേഹിച്ച തൻ്റെ പുത്രന് കൊടുക്കുന്നതായ ഉപദേശമാണ്. അപ്രകാരം നോക്കിയാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടതായ ഒരു മാർഗനിർദ്ദേശമായിട്ട് ആ തിരുവചന ഭാഗത്തെ, ആ ഉപദേശത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്ക് പരിചിതമായ പരിഭാഷയിൽ അതിങ്ങനെയാണ്: നിന്റെ യൗവന മോഹങ്ങളെ വിട്ട് ഒഴിയുക എന്നാണ്. നിന്റെ യൗവന മോഹങ്ങളെ വിട്ട് ഒഴിയുക. ഇവിടെ പൗലോസ് തിമത്തിയോസിന് ഈ ഉപദേശം കൊടുക്കുമ്പോൾ ഏതാണ്ട് 30-40 ഇടയ്ക്ക് പ്രായത്തിൽ ഉള്ള വ്യക്തിയാണ് തിമത്തിയോസ്. അനുഗ്രഹീതനായ ഒരു ദൈവഭൃത്യനാണ് തിമത്തിയോസ്. തിമത്തിയോസിനെ കുറിച്ച് യാതൊരു വിധമായ ആരോപണങ്ങളും നമുക്ക് കേൾക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഉപദേശത്തിലും ജീവിതത്തിലും വിശുദ്ധി നല്ല സാക്ഷ്യം പുലർത്തിയതായ അനുഗ്രഹീതനായ ഒരു ദൈവഭൃത്യനോടാണ് പൗലോസ് പറയുന്നത്: നിന്റെ യൗവന മോഹങ്ങളെ വിട്ട് നീ ഒഴിയണം, വിട്ട് ഓടണം. ഇംഗ്ലീഷിൽ ഫ്ലീ എന്നതായ വാക്കാണ്. ഓടി രക്ഷപ്പെടുക എന്നതാണ് അതിന്റെ മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നതായ പദം. യൗവന മോഹങ്ങൾ എന്നുള്ളതിന് ലസ്റ്റ് എന്നതായ ഇംഗ്ലീഷ് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ മൂലഭാഷയിലെ അർത്ഥം വിശദമായി നമ്മൾ നോക്കിയാൽ വിലക്കപ്പെട്ടതിനോട് നിനക്കുള്ളതായ ആ അമിതമായ ആവേശത്തെ വിട്ട് നീ ഓടി രക്ഷപ്പെടണം എന്നതായ ഒരു വിലപ്പെട്ട ഉപദേശമാണ് പൗലോസ് തിമത്തിയോസിന് കൊടുക്കുന്നത്. നമുക്കറിയാം, മനുഷ്യ സഹജമായ ഒരു പ്രവണതയാണ്, ഒരു ടെൻഡൻസിയാണ്. അരുത് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാനുള്ളതായ വ്യഗ്രത എല്ലാ വ്യക്തികളിലും ഉണ്ട്. അപ്പൊ നമുക്ക് വിലക്കപ്പെട്ടിരിക്കുന്നത് എന്തോ അത് ഒന്നറിയുവാൻ, അതൊന്ന് അനുഭവിക്കാനുള്ളതായ വ്യഗ്രത മനുഷ്യ സഹജമായ ഒരു ഒന്നാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ തിമത്തിയോസ് അനുഗ്രഹീതനായ ഒരു ദൈവഭൃത്യനാണ്, ഭക്തനാണ്, നല്ല സാക്ഷ്യം പുലർത്തുന്നവരാണ്. എങ്കിലും പൗലോസ് പറയുന്നത്, നിന്നിലും ഇതുപോലെയുള്ളതായ മോഹങ്ങൾ ഉള്ളടക്കം ചെയ്യപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ട്. അത് നിന്നെ ഏതു സമയത്തും കീഴ്പ്പെടുത്തുവാൻ, വശീകരിക്കുവാൻ, നിന്നെ ഒതുക്കുവാൻ, നിന്നെ പരാജയപ്പെടുത്തുവാൻ സാധ്യത ഉള്ളത് കൊണ്ട് നീ അതിന്റെ സ്വാധീന വലയത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടുകൊള്ളണം എന്നതായ ആ ഒരു വിലപ്പെട്ട നിർദ്ദേശമാണ് തിമത്തിയോസിന് കൊടുക്കുന്നത്. അതിന്റെ മുകളിലേക്കുള്ളതായ ചില വാക്യങ്ങൾ കൂടെ ഒന്ന് ചേർത്ത് വായിച്ച് എന്റെ ഈ ഹ്രസ്വ സന്ദേശത്തിന് വിരാമം കുറിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. എന്തൊക്കെയാണ് ഇവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നത്? 16-ാമത്തെ വാക്യം നോക്കി: ഭക്തി വിരുദ്ധമായ വ്യർത്ഥ ഭാഷണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക, അവ കൂടുതൽ അഭക്തിയിലേക്ക് മനുഷ്യരെ നയിക്കുകയുള്ളല്ലോ. ശരീരത്തെ നിർജീവമാക്കി ജീർണിപ്പിക്കുന്ന വ്രണം പോലെ അത്തരം സംഭാഷണം മനുഷ്യനെ നശിപ്പിക്കും. നോക്കിയേ, എത്ര ഗൗരവമേറിയ ഒരു ഉപദേശമാണ്, ഒരു നിർദ്ദേശമാണ് പൗലോസ് ഇവിടെ നൽകുന്നത്. തിമത്തിയോസിന് എഴുതിയതായതുകൊണ്ട് അത് അദ്ദേഹത്തിന് കൊടുത്തതല്ലേ, അതുകൊണ്ട് അത് എനിക്ക് എങ്ങനെ ബാധകമാകും എന്ന് ചിന്തിക്കേണ്ട. തിരുവചനം വ്യക്തികൾക്കോ സഭകൾക്കോ ഒക്കെ സംബോധന ചെയ്യപ്പെട്ടിരിക്കുന്നു. എങ്കിലും നമ്മുടെ കയ്യിൽ പരിശുദ്ധാത്മാവ് അത് തന്നിരിക്കുന്നത് നമുക്ക് ഈ കാലഘട്ടത്തിൽ അന്വേഷിക്കുവാൻ വേണ്ടിയാണ്, ജീവിക്കുവാൻ വേണ്ടിയാണ്, അനുസരിക്കുവാൻ വേണ്ടിയാണ് എന്നതായ ആ സത്യം മറന്നു പോകരുത്. അപ്പോൾ ഇന്ന് ഈ സന്ധ്യയിൽ പരിശുദ്ധാത്മാവ് നമ്മോട് ഓരോരുത്തരോടും നൽകുന്നതായ വിലപ്പെട്ടതായ നിർദ്ദേശം ഇതാണ്: ഭക്തിവിരുദ്ധമായ വ്യർത്ഥ ഭാഷണങ്ങളിൽ നിന്ന്, വ്യർത്ഥ സംഭാഷണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക. അവ കൂടുതൽ അഭക്തിയിലേക്ക് മനുഷ്യരെ നയിക്കുകയേ ഉള്ളല്ലോ. ശരീരത്തെ നിർജീവമാക്കി ജീർണിപ്പിക്കുന്ന
വ്രണം പോലെ അത്തരം സംഭാഷണം മനുഷ്യനെ നശിപ്പിക്കും. അപ്പോൾ നമ്മുടെ വായിൽ നിന്ന് വരുന്നതായ വാക്കുകൾ എത്രമാത്രം നമ്മെ സ്വാധീനിക്കും, എത്രമാത്രം അത് നമ്മെ അനുഗ്രഹത്തിലേക്കും എത്രമാത്രം നമ്മെ നാശത്തിലേക്കും നയിക്കുവാൻ സാധ്യതയുണ്ട് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു വാക്യം കൂടെ ഒന്ന് എടുത്ത് വായിച്ചിട്ട് ഞാൻ അതിന്റെ ആ സന്ദേശത്തിന്റെ സമാപ്തിയിലേക്ക് വരാം. എഫേസ്യർക്ക് എഴുതിയതായ ലേഖനത്തില് നമ്മളിങ്ങനെ വായിക്കുന്നു, 4-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തിൽ, നിങ്ങളുടെ വായിൽ നിന്ന് ദുർഭാഷണം പുറപ്പെടരുത്, കേൾക്കുന്നവർക്ക് നന്മയുണ്ടാകത്തക്കവണ്ണം നിങ്ങളുടെ വാക്കുകൾ സന്ദർഭോചിതവും ശ്രോതാവിന് ആത്മീയമായ പ്രചോദനം പ്രദാനം ചെയ്യുന്നതും ആയിരിക്കണം. അപ്പോൾ നമ്മുടെ വായിൽ നിന്ന് ചർച്ചയല്ലാത്തതായ വാക്കുകൾ, ദുർഭാഷണങ്ങൾ ഒന്നും വരരുത്. പിന്നെയോ കേൾക്കുന്നവർക്ക് ആത്മീയ വർധന വരുത്തുന്നതായ വാക്കുകൾ മാത്രമേ നമ്മിൽ നിന്ന് പുറപ്പെടാവൂ എന്നാണ് ഇവിടെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നതായ നിർദ്ദേശം. അത് എങ്ങനെയുള്ളതായിരിക്കണം? അത് സന്ദർഭോചിതമാകണം, അത് ശ്രോതാവിന് ആത്മീയമായ പ്രചോദനം പ്രദാനം ചെയ്യുന്നതായിരിക്കണം. ഇന്ന് ഈ സന്ധ്യയിൽ ഈ ഒരു സന്ദേശത്തിനായിട്ട് പ്രിയ കുഞ്ഞുങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നതായ ഒരു തിരുവചന ഭാഗവും അല്ലെങ്കിൽ ഒരു വിഷയവുമാണ് നമ്മുടെ സംഭാഷണം, നമ്മുടെ വാക്കുകൾ നമ്മൾ എത്രമാത്രം സൂക്ഷിക്കേണ്ടതാണ്, അത് നമ്മെ എത്രമാത്രം ദോഷമായി സ്വാധീനിക്കുകയോ അല്ല നമുക്ക് നന്മയാക്കി തീർക്കുകയോ ചെയ്യുവാൻ സാധ്യതയുണ്ട് എന്നതായ ആ ഒരു ചിന്ത. നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നതായ നല്ല വാക്കുകൾ നമുക്ക് നന്മയാക്കി തീർക്കുവാൻ ഇടയാകും. മാത്രമല്ല കേൾക്കുന്നവർക്കും അത് നന്മയും ആത്മീയ വർധനവിനും കാരണമായി തീരുവാൻ ഇടയാകും. എന്നാൽ മറിച്ച് നമ്മുടെ വായിൽ നിന്ന് ദുർഭാഷണങ്ങളാണ്, ചർച്ചയല്ലാത്തതായ വാക്കുകളാണ്, വ്യർത്ഥ സംഭാഷണങ്ങളാണ് വരുന്നത് എങ്കിലോ അത് നമ്മെ കൂടുതൽ അഭക്തിയിലേക്ക് നയിക്കും. മാത്രമല്ല തിമോഥെയോസിന്റെ ആ ലേഖനത്തിൽ നിന്ന് ശരീരത്തെ അത് നിർജീവമാക്കി ജീർണിപ്പിക്കും. നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുന്നതായ വാക്കുകൾക്ക് നമ്മെ നിർജീവമാക്കുവാൻ, നമ്മെ മരിപ്പിക്കുവാൻ കഴിയും. സദൃശവാക്യത്തിൽ ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, നാവിന്റെ അധികാരത്തിൽ ജീവനും മരണവും ഇരിക്കുന്നു. അപ്പോൾ ജീവനും മരണവും നമ്മുടെ നാവിന്റെ അധികാരത്തിലാണ് ഇരിക്കുന്നത്. ഒരാളെ മരിപ്പിക്കുവാൻ അല്ലെങ്കിൽ കൊല്ലുവാനോ ഒരാളെ ജീവിപ്പിക്കുവാനോ നമ്മുടെ വാക്കുകൾക്ക് കഴിയും. അങ്ങനെയെങ്കിൽ നാം ഉപയോഗിക്കുന്ന വാക്കുകൾ, നമ്മുടെ സംഭാഷണത്തിന് നാം ഉപയോഗിക്കുന്നതായ വാക്കുകൾ, ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്നതായ വാക്കുകൾ നാം എത്രയോ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കേണ്ടതാണ് എന്ന് നമ്മൾ ഈ സന്ധ്യയിൽ ചിന്തിക്കുക. വൃഥാഭാഷണങ്ങൾ, വ്യർത്ഥഭാഷണങ്ങൾ എന്ന് പറയുമ്പോൾ ചിന്തിക്കാതെ വായിൽ വരുന്നത് നമ്മൾ വിളിച്ചു പറയുന്നതിനെയാണ് വൃഥാഭാഷണങ്ങൾ, പ്രയോജനമില്ലാത്തതായ സംഭാഷണങ്ങൾ എന്ന് ഇവിടെ പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്നത്. അവ നമ്മെ നിർജീവമാക്കി ജീർണിപ്പിക്കുന്നതായ വ്രണം പോലെ ആണ് എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇന്ന് ഈ സന്ധ്യയിൽ എന്നെ കേൾക്കുന്ന പ്രിയ യൗവനക്കാരെ, പ്രിയ കുഞ്ഞുങ്ങളെ, പ്രിയ സ്നേഹിതരെ, ഞങ്ങളോട് ഓർപ്പിക്കട്ടെ, നമുക്ക് നമ്മെ തന്നെ കൊല്ലുവാൻ കഴിയും, നമ്മെ തന്നെ നമുക്ക് ജീവിപ്പിക്കാൻ കഴിയും. നമ്മുടെ വാക്കുകൾ അതിനുവേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. മറ്റൊരു വ്യക്തിയെ നമ്മുടെ വാക്കുകൾ കൊണ്ട് നമുക്ക് കൊല്ലുവാൻ കഴിയും, നമ്മുടെ വാക്കുകൾ കൊണ്ട് അവരെ ജീവിപ്പിക്കുവാനായിട്ട് കഴിയും. നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുന്നതായ നല്ല വാക്കുകൾ, പ്രോത്സാഹനജനകമായ വാക്കുകൾ അവരെ ബലപ്പെടുത്തുവാൻ, അവരെ ശക്തീകരിക്കുവാൻ, അവരെ ഊർജ്ജസ്വലരാക്കുവാൻ, അവരെ മോട്ടിവേറ്റ് ചെയ്യുവാൻ ഒക്കെ അവൻ പ്രയോജനപ്പെടുന്നതാണ്. എന്നാൽ അവരെ അതുപോലെ തന്നെ നശിപ്പിക്കുവാനും നമ്മുടെ വാക്കുകൾ കൊണ്ട് കഴിയും. ഈ സത്യം നിങ്ങൾ മറന്നു പോകരുത്. പൗലോസ് തന്നെ ഇതുപോലെയുള്ളതായ മറ്റ് ലേഖനങ്ങളിലും ഇതിനോട് ചേർന്നുള്ളതായ ഉപദേശ നിർദ്ദേശങ്ങൾ തരുന്നുണ്ട്. ഫിലിപ്പിയർക്ക് തന്നെ ലേഖനം എഴുതുമ്പോൾ 4-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവസാനമായി സഹോദരരെ, സത്യമായും വന്യമായും നീതിയുക്തമായും നിർമ്മലമായും സുന്ദരമായും ശ്രേഷ്ഠമായും വിശിഷ്ടമായും പ്രശംസാർഹമായും എന്തൊക്കെയുണ്ടോ അവയെ കുറിച്ച് ചിന്തിച്ചു കൊള്ളുക. അപ്പോൾ ചിന്തകളിൽ നിന്നാണല്ലോ വാക്കുകൾ രൂപപ്പെടുന്നത്. അവിടെ എന്തൊക്കെയായിരിക്കണം നമ്മുടെ ചിന്തകൾ എന്ന് പറഞ്ഞിരിക്കുന്നു. ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ
വായ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിന്തകൾ എന്തൊക്കെയാണ്, നമ്മുടെ സ്വകാര്യ സമയങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്നത് എന്തൊക്കെയാണ്, നമ്മുടെ സ്നേഹിതന്മാരുമായി നമ്മൾ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിനിമയം ചെയ്യുന്ന ആശയങ്ങൾ, വിഷയങ്ങൾ എന്തെല്ലാമാണ്. അപ്പോൾ അത് നമ്മെ നശിപ്പിക്കുന്നതാകാം, നമ്മെ ജീവിപ്പിക്കുന്നതാകാം, നമ്മെ തകർക്കുന്നതാകാം, നമ്മെ പണിയുന്നതാകാം, നമ്മുടെ അഭിമാനം കെടുത്തു കളയുന്നതാകാം, നമ്മുടെ അഭിമാനം വർദ്ധിപ്പിക്കുന്നതാകാം. അപ്പോൾ നമ്മുടെ വാക്കുകൾക്ക് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായിട്ടുള്ളതായ സ്വാധീനം നമ്മുടെ ജീവിതത്തിന്മേലും നമ്മൾ സഹകരിക്കുന്നവരുടെ ജീവിതത്തിന്മേലും ഉണ്ട് എന്നുള്ളതായ സത്യം നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു വന്നിട്ടാണ് പറയുന്നത്, അതുകൊണ്ട് യുവസഹജമായ അല്ലെങ്കിൽ യൗവന സഹജമായ യൗവന മോഹങ്ങളെ നീ വിട്ട് ഓടി രക്ഷപ്പെട്ടിട്ട് നിർമ്മല ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവരോട് ചേർന്ന് നീതി, വിശ്വാസം, സ്നേഹം, സമാധാനം എന്നിവയിൽ ലക്ഷ്യം ഉറപ്പിക്കുക. അപ്പൊ നമ്മുടെ ലക്ഷ്യം എവിടെയാണ് നമ്മൾ ഉറപ്പിക്കേണ്ടത്? ഇതുപോലെയുള്ളതായ നമ്മെ നശിപ്പിച്ചു കളയുന്ന, കാർന്ന് തിന്നു കളയുന്ന, നമ്മെ ജീർണിപ്പിച്ചു കളയുന്ന വ്രണം പോലെ ഉള്ളതായ വാക്കുകൾ ഒഴിവാക്കിക്കൊണ്ട്, അങ്ങനെയുള്ള ചിന്തകൾ ഒഴിവാക്കിക്കൊണ്ട് നീതിയുക്തമായ കാര്യങ്ങളിൽ ശ്രദ്ധയൂന്നുവാൻ, അതിൽ ലക്ഷ്യം വെക്കുവാൻ ഈ രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ആഹ്വാനം തരികയാണ്. ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ ഞങ്ങൾ കേൾക്കുന്നതായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഈ രാത്രി നിങ്ങൾക്ക് കൈമാറുവാൻ ഞങ്ങൾക്കുള്ളതായ സന്ദേശം ഇതാണ്: നമ്മെ പണിയുന്ന, നമ്മെ ഉറപ്പിക്കുന്ന, നമ്മെ ഉയർത്തുന്ന, ദൈവത്തിന് നമ്മെ ഉപയോഗിക്കുവാൻ കഴിയുന്നതായ, അപ്പോൾ തന്നെ നമ്മൾ ഇടപെടുന്ന, സഹകരിക്കുന്ന മറ്റു വ്യക്തികളെ ജീവിപ്പിക്കുന്ന, പണിതെടുക്കുന്നതായ തരത്തിൽ നല്ല വാക്കുകൾ, നല്ല സംഭാഷണങ്ങൾ നമുക്ക് ശീലിക്കുവാൻ ഇടയാകുമാറാകട്ടെ എന്നുള്ളതായ പ്രാർത്ഥനയോടെ, ആഹ്വാനത്തോടെ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിന് സ്തോത്രം. ഒരു മനോഹരമായ സന്ദേശം കേൾക്കുവാൻ കർത്താവ് നമ്മളെ ബലപ്പെടുത്തി. പ്രിയ കർത്താവിന്റെ ദാസൻ തോമസ് മാത്യു പാസ്റ്ററെ കർത്താവ് അതിനായി ഉപയോഗിച്ചത് ഓർത്ത് ഞങ്ങൾ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. വീണ്ടും വരും ദിവസങ്ങളിൽ കർത്താവിന്റെ ദാസനെ ശക്തമായി സഭയിലും ദേശത്തും കർത്താവ് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസൻ പറഞ്ഞ 3 കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിലേക്ക് ഓടി വന്നു. ഞാനത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്, ഒന്ന്, നമ്മുടെ യൗവന മോഹങ്ങളെ നമ്മൾ ഉപേക്ഷിക്കണം. രണ്ടാമത് കർത്താവിന്റെ ദാസൻ നമ്മോട് പറഞ്ഞത്, നമ്മുടെ വാക്കുകൾ അത് ആത്മീക വർധനവിനായി തീരട്ടെ. പിന്നെ കർത്താവിന്റെ ദാസൻ പറഞ്ഞത്, നമ്മുടെ ചിന്തകൾ അത് കർത്താവിന് പ്രസാദകരമായി തീരട്ടെ എന്നീ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കർത്താവ് ഇന്ന് രാത്രികാലം ദാസൻ കൂടെ നമ്മളോട് സംസാരിക്കാനിടയായി തീരുന്നത്. ഈ സന്ദേശം നമ്മുടെ ജീവിതത്തിന് വിടുതലും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു ഗാനം കൂടെ നമ്മൾ കേൾക്കുവാൻ വേണ്ടി പോവുകയാണ്. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തുവിനെ പുതിയ നിയമത്തിൽ ഏറ്റവും അധികം വെളിപ്പെടുത്തി കാണിക്കുന്ന ഒരു കാര്യം അവിടുന്ന് ഏക രക്ഷകനാണ് എന്നുള്ളതത്രേ. അവിടുത്തെ ശിഷ്യന്മാർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാൻ യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ല. അങ്ങനെയാണെങ്കിൽ കർത്താവ് ഏകരക്ഷകനാണ്, കർത്താവ് രക്ഷകനാണ് എന്ന് അർത്ഥം വരുന്ന ഒരു ഗാനം നമുക്ക് കേൾക്കാം. അതിനായിട്ട് ജോൺസനെ സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു.
കർത്താവിന് സ്തോത്രം. ഒരു മനോഹരമായ ഗാനം കൂടെ കേൾക്കുവാൻ കർത്താവ് നമ്മളെ ബലപ്പെടുത്തിയല്ലോ. പ്രിയ ജോൺസിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവം വീണ്ടും ധാരാളമായി ഉപയോഗിക്കട്ടെ, ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ഗാനം കൂടെ നമ്മൾ കേൾക്കുവാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് രാത്രികാലം ഞാൻ ഇവിടെ നിൽക്കുന്നതും അതുപോലെ ലൈവിൽ കൂടെ നമ്മൾ ഓരോരുത്തരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കാൽവറി ക്രൂശിലെ യേശു ക്രിസ്തുവിന്റെ മരണവും പിതാവായ ദൈവം തന്റെ പുത്രനെ കാൽവറി ക്രൂശിൽ കൈവെടിഞ്ഞ് നമുക്ക് വേണ്ടി അകൃത്യയാഗമായി തീർന്നതുമാണ് എന്നുള്ളതാണ്. കർത്താവിന്റെ കാൽവറി ക്രൂശിലെ മരണത്തെ ധ്യാനിക്കുന്ന അങ്ങനെ അർത്ഥം വരുന്ന ഒരു മനോഹരമായ പാട്ട് നമുക്ക് കേൾക്കാം. അതിനുവേണ്ടി പ്രിയ സഹോദരി ടീനായെ സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.
കർത്താവ് പ്രിയ സഹോദരിയെ ബലപ്പെടുത്തിയത് ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്ത് വീണ്ടും ധാരാളമായി കർത്താവ് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയും സമയം നമ്മൾ ഓരോരുത്തരായി പാടുകയായിരുന്നു. എന്നാൽ നമ്മുടെ പ്രോഗ്രാം ഏകദേശം അവസാന മിനിറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു പാട്ട് പാടി കർത്താവിനെ ആരാധിക്കുവാൻ വേണ്ടി പോവുകയാണ്. ഈ ഭൂമിയിലുള്ള സകല ക്രിസ്ത്യാനികളുടെ ഹൃദയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഒരു മലയുടെ അഗ്രത്തിൽ വെച്ച് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ദൂതന്മാർ ഇങ്ങനെ പറയുവാനിടയായി തീർന്നു, ആകാശത്തിലേക്ക് കടന്നുപോയ യേശു കർത്താവ് ഇതുപോലെ തന്നെ നിങ്ങളെ ചേർപ്പാൻ മടങ്ങി വരുമെന്നുള്ള കർത്താവിന്റെ വാഗ്ദത്ത വചനത്തിന് വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. നമ്മുടെ കർത്താവ് വരാറായി എന്ന് ലോക സംഭവങ്ങൾ നമ്മളെ വിളിച്ചറിയിക്കുമ്പോൾ അങ്ങനെ നമുക്ക് പ്രത്യാശ തരുന്ന ഒരു ഗാനം IBC എബനേസർ ചർച്ച് PAP അംഗങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് പാടുവാൻ വേണ്ടി പോവുകയാണ്. പ്രിയ സഹോദരന്മാരെ, അതിനുവേണ്ടി സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. യേശുരാജൻ വീണ്ടും വരാറായി, ഹല്ലേലൂയ വേഗം വരാറായി.
വരാറായി. എന്റെ പ്രിയൻ യേശുരാജൻ വേഗം വരാറായി. ഹല്ലേലൂയ, വേഗം വരാറായി. ഇത്ര സമയം നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് നൽകി തന്ന കൃപയ്ക്കായി ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഈ ലൈവിൽ കൂടെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന പ്രിയ ദൈവമക്കളെ ഓർത്ത്, സഹോദരങ്ങളെ ഓർത്ത് ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ ഒരു ആത്മീയ യോഗം, ആത്മീയ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഇവിടെ വാദ്യോപകരണങ്ങൾ വായിച്ച ജോയൽ, ജുമിൻ എന്നീ രണ്ട് ബ്രദേഴ്സിനെ ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. ദൈവം അവരെയും ധാരാളമായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പിന്നെ പാടിയ പ്രിയ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ, കർത്താവിന്റെ ദാസനെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമ്മൾ പ്രാർത്ഥിച്ച് ഈ യോഗം അവസാനിപ്പിക്കുവാൻ വേണ്ടി പോവുകയാണ്. പ്രിയ ജിമിൻ പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ ദാസൻ തോമസ് മാത്യു പാസ്റ്റർ ആശീർവാദം പറയുകയും ചെയ്യുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, നല്ല സന്ധ്യാസമയത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവമേ, പ്രത്യേക ദൈവം ഗാനങ്ങൾ ദൈവമേ കേൾക്കുവാനും ദൈവം അതുകൊണ്ട് ആരംഭിച്ച സഹോദരി സഹോദരന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുവാനാണെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അതുപോലെ തന്നെ ഷോർട്ട് മെസ്സേജ് നൽകിയ ദേവദാസ് ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുവാനാണെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം പ്രതിഫലങ്ങളെ നൽകുവാനാണെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പം എല്ലാം ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സാധ്യങ്ങളെ സാധ്യമാക്കുവാൻ ദൈവം കഴിയുമല്ലോ. പ്രാർത്ഥനയുടെ അനുഗ്രഹിച്ച സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ സന്ധ്യയിൽ എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സംഗീത സായാഹ്നം, ഒരു ആത്മീയ സന്ദേശമൊക്കെ കേട്ട് അനുഗ്രഹം പ്രാപിപ്പാൻ ദൈവം നമുക്ക് കൃപ തന്നല്ലോ. കേട്ടതായ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായ നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനാം ദൈവത്തിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ സംസർഗം, സംഘവാസം, കൂട്ടായ്മക്കാവ് നമ്മെല്ലാവരോടും ഓർത്ത് പ്രാർത്ഥിച്ചതായ വ്യക്തികളോടും വിഷയങ്ങളോടും ലോകമെമ്പാടും ശക്തിക്കാരുടെ കൂടെ ഇപ്പോഴും എപ്പോഴും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേഘത്തിലെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇതിൽ കൂടി നന്ദിയും വന്നു അറിയിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ.